മനസ്സിലാക്കണം, ഭക്തിയിലൂടെ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ ഇതുപോലെ ഒട്ടനേകം കഥാപാത്രങ്ങളെക്കുറിച്ചും ഒട്ടനേകം സാഹചര്യങ്ങളെക്കുറിച്ചും, മുൻപ് നടന്നിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ എങ്ങനെയാകണം, ഉത്തമ ഭക്തനായി മാറണം, ഭയമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ ആ പ്രഹ്ലാദനെ മുന്നിലേക്ക് കയറ്റി നിർത്തിയപ്പോൾ ആ ദേഷ്യഭാവത്തിൽ ഇരുന്ന നരസിംഹമൂർത്തി തൻ്റെ മകനെ കണ്ട അമ്മയെ പോലെ, അമ്മ മകനെ കാണുമ്പോൾ എത്ര വാത്സല്യത്തോടു കൂടിയാണോ വാരിയെടുത്ത് ചുംബിച്ച ആ സ്നേഹപ്രകടനം നടത്തുക, അതുപോലെയായിരുന്നു നരസിംഹമൂർത്തിയും. മുന്നിൽ കണ്ട പ്രഹ്ലാദനെ തൻ്റെ മുന്നിലേക്ക് കണ്ടപ്പോൾ, പുഞ്ചിരി തൂകി വരുന്ന ആ ബാലനെ കണ്ടപ്പോൾ, തൻ്റെ ഉത്തമ ഭക്തനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു അമ്മയെ പോലെ ഓടി വന്നും മടിയിലേക്ക് പിടിച്ചിരുത്തി എന്ന് പറയും, ചുംബനം കൊടുത്തു എന്ന് പറയും. സ്നേഹചുംബനം നൽകി പ്രഹ്ലാദന്. എപ്രകാരം സാധിച്ചു ഇത്രയും ദേഷ്യഭാവത്തിൽ നിന്ന ഭഗവാന്റെ ആ ദേഷ്യത്തെ ശമിപ്പിക്കാൻ, ഈ ലോകമൊട്ടാകെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടു കൂടി നിന്ന ഭഗവാന്റെ ദേഷ്യം ശമിപ്പിക്കാൻ ഒരു കുഞ്ഞ് വിചാരിച്ചപ്പോൾ സാധിച്ചു. എന്തുകൊണ്ട്? അവൻ്റെ കർമ്മം കൊണ്ട്, അവൻ്റെ ഭാവം കൊണ്ട്. രണ്ട് ശരീരമുണ്ട് നമുക്ക്, രണ്ട് ശരീരം, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും, അല്ലേ? ഒരു അമ്മയോട് ചോദിക്കുകയാണ് മകൻ എങ്ങനെയാകണം എന്നൊരു അമ്മയോട് ചോദിച്ചാൽ, കുട്ടി എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറയുക? അവൻ കുറേ പണം സമ്പാദിക്കണം, അല്ലേ? അങ്ങനെയാണോ പറയുക? 2ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറയുക? അവൻ നല്ല കുട്ടിയായി വളർന്നു വരണം എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ നല്ല ആരോഗ്യമുണ്ടാകണം, അവൻ ഇത്ര കിലോ വെയിറ്റ് ഉണ്ടാകണം, അവൻ വെളുത്തിരിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതിലുപരിയായി അമ്മ ചിന്തിക്കുക, അവൻ നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കണം, അല്ലേ? അവൻ്റെ ഭാവം നല്ലതായിരിക്കണം, അവൻ്റെ കർമ്മം നല്ലതായിരിക്കണം, അവൻ്റെ ചിന്ത നല്ലതായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുക. ഇത് എങ്ങനെയാ സാധിക്കുക? ഇത് നല്ലതാവണമെങ്കിൽ, ഇത് ധർമ്മത്തിൽ അധിഷ്ഠിതമാകണമെങ്കിൽ എങ്ങനെയാ സാധിക്കുക? ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, നമുക്ക് ചുറ്റുപാട് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ 1ാമത്തെ വാർത്ത പരിശോധിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലുണ്ടായ നമ്മുടെ സമൂഹത്തിലുണ്ടായ ക്രൂരതകളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ വിശദീകരിക്കുമ്പോൾ അതിൽ എത്രയെത്ര ചെറുപ്പക്കാർ അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കാം. ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലുള്ള ധർമ്മത്തിന്റെ അളവ് എപ്രകാരമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നാം കുട്ടിയുടെ കാര്യത്തിൽ ചിന്താകുലരാകുന്നത്, കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ നല്ലൊരു വിദ്യാലയത്തിൽ എത്തിക്കാൻ, നല്ലൊരു സ്കൂൾ കണ്ടുപിടിക്കണം കുട്ടിയെ പഠിപ്പിക്കാൻ, അല്ലെ? അവനെ LKG ചേർക്കുമ്പോൾ ഏറ്റവും നല്ല സ്കൂളായിരിക്കണം അവന് പഠിക്കാൻ വേണ്ടത്. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഏറ്റവും നല്ല സ്കൂളായിരിക്കണം. ഇനി അവന് പഠനത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട്, സഹായം വേണമെങ്കിൽ ഏറ്റവും നല്ല ട്യൂഷൻ സെന്റർ അന്വേഷിക്കും നമ്മൾ, ഏറ്റവും നല്ല സ്പെഷ്യൽ ട്യൂഷൻ അയക്കും നമ്മൾ, ഏറ്റവും നല്ല നൃത്തവിദ്യാലയം കണ്ടെത്തും, ഏറ്റവും നല്ല സംഗീത വിദ്യാലയം കണ്ടെത്തും, ഏറ്റവും നല്ല വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളൊക്കെ കണ്ടെത്തും. എങ്ങനെയൊക്കെ അവനെ എന്തൊക്കെ പഠിപ്പിക്കാമോ അതൊക്കെ പഠിപ്പിക്കും. പക്ഷേ ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച രാവിലെ ആധ്യാത്മിക പാഠശാല ക്ഷേത്രത്തിലുണ്ട്. അതേ താല്പര്യത്തോടു കൂടി കുട്ടിയെ ആധ്യാത്മിക പാഠശാലയിൽ എത്തിക്കുന്ന എത്ര മാതാപിതാക്കളെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, സ്കൂളിൽ പോകുന്നത് പോലെ, സ്കൂളിൽ തയ്യാറാക്കി വിടുന്നത് പോലെ എത്ര മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ആധ്യാത്മിക പാഠശാലയിൽ എത്തിക്കാറുണ്ട്. ഇനി അങ്ങനെ ഒരു പാഠശാല ഇല്ലെങ്കിൽ പണ്ട് മുത്തശ്ശൻ പൂജാമുറിയിൽ ഇരുത്തി പഠിപ്പിച്ചതുപോലെ നമ്മുടെ എത്രയെത്ര വീടുകളിൽ ഇല്ല എന്ന് പറയില്ല. കാരണം കുറച്ചെങ്കിലും ഭാഗങ്ങളിൽ, കുറച്ചെങ്കിലും ഭവനങ്ങളിൽ അങ്ങനെയുള്ള നാമജപവും ദീപം കൊളുത്തലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഭൂരിഭാഗം ഭവനങ്ങളുടെയും അവസ്ഥ, സന്ധ്യയ്ക്ക് ദീപം കൊളുത്താൻ സമയം ലഭിക്കാറില്ല, സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ സമയം ലഭിക്കാറില്ല, കുട്ടിയെ ഇതൊക്കെ പഠിപ്പിക്കാൻ സമയം ലഭിക്കാറില്ല, രാമായണം തുറന്നു വായിക്കുവാൻ സമയം ലഭിക്കാറില്ല. തുറന്നു വായിക്കണമെങ്കിൽ അമ്മ അത് അറിഞ്ഞിരിക്കണം, അമ്മ ഇതൊന്ന് വായിച്ചു നോക്കിയിരിക്കണം. ഭാഗവതം കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഇതൊന്ന് തുറന്നു വായിച്ചിരിക്കണം, ഇതൊന്ന് പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇതൊന്ന് പഠിക്കാനോ പഠിപ്പിക്കുവാനോ സമയം ലഭിക്കാത്ത ഈ കാലഘട്ടത്തിൽ മലയാള മനോരമയുടെ അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളും ഇതേ അവസ്ഥയിലായിരിക്കും. അത് മാറണമെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ധർമ്മം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. എങ്ങനെയാകണം, എങ്ങനെ ഒരു നല്ല മകനാകണം, എങ്ങനെ ഒരു നല്ല അച്ഛനാകണം, എങ്ങനെ ഒരു നല്ല ഭർത്താവാകണം, അമ്മയാകണം, എങ്ങനെ നല്ലൊരു വ്യക്തിയാകണം. ഓരോ വ്യക്തിയോടും സമൂഹത്തിലെ ഓരോ കർമ്മങ്ങളിലേക്ക് ഉള്ളിലുള്ള അധർമ്മത്തെ എങ്ങനെ ഇല്ലാതാക്കും. കലിയുഗത്തിന്റെ അവസ്ഥയാണ്. പണ്ടുകാലത്ത് രണ്ട് ലോകങ്ങളിലായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ യുഗത്തിലേക്ക് എത്തിയപ്പോൾ 2 രാജ്യങ്ങളിലായി, മൂന്നാമത്തെ യുഗത്തിലേക്ക് എത്തിയപ്പോൾ 2 കുടുംബങ്ങളിലായി. ആദ്യത്തെ യുഗത്തിൽ ദേവലോകവും അസുരലോകവും, രണ്ടാമത്തെ യുഗത്തിൽ രാമരാജ്യവും രാവണ രാജ്യവും, മൂന്നാമത്തെ യുഗത്തിൽ പാണ്ഡവ കുടുംബവും കൗരവ കുടുംബവും, 4ാമത്തെ യുഗത്തിലെത്തിയപ്പോൾ 2 ഉള്ളിലായി. ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ധർമ്മമുണ്ട്, അധർമ്മവും ഉണ്ട്.
തനിക്ക് ജന്മം നൽകിയ, വാത്സല്യത്തോടുകൂടി സ്നേഹിച്ച് ജന്മം നൽകിയ അമ്മയെ കഴുപ്പറത്ത് കൊല്ലുവാൻ ഒരു മകന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുന്നുവെങ്കിൽ അവന്റെ ഉള്ളിലുള്ള പുത്രസ്നേഹം എന്താണ്? എങ്ങനെയാണ് ഒരു പുത്രനാവുക? അപ്പോഴും തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് വനയാത്രയ്ക്ക് പോകുന്നതിന് മുൻപുള്ള സാഹചര്യത്തിൽ എഴുതി ചേർത്തു, 3 തരത്തിലുള്ള പുത്രന്മാരുണ്ട്: ഉത്തമപുത്രൻ, മധ്യമപുത്രൻ, അധമപുത്രൻ. അച്ഛനും അമ്മയും പറയുന്നതിന് മുന്നേ അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് ഉത്തമപുത്രൻ. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമപുത്രൻ. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ചെയ്യാത്തവൻ അധമപുത്രൻ. അപ്പോൾ അധമപുത്രൻ എന്നൊരാളെ വിളിച്ചത് പറഞ്ഞിട്ട് അനുസരിക്കാത്തവനെയാണ്. അപ്പോൾ ഈ അച്ഛനെയും അമ്മയെയും കൊല്ലുവാനുള്ള മാനസികാവസ്ഥയിൽ നടക്കുന്ന പുത്രനെ കുറിച്ച് പോലും വാൽമീകി മഹർഷി ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ലോകമുണ്ടാകും, അങ്ങനെ ഒരു മനുഷ്യനുണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പത്രം വായിക്കുന്ന അച്ഛനും അമ്മയും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതും ഇല്ലാതാക്കാൻ സാധിക്കും. എങ്ങനെ? ഭക്തി കൊണ്ട്, ധർമ്മം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. കുട്ടിയുടെ ഉള്ളിൽ, ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ധർമ്മബോധത്തെ ഉയർത്തിയെടുക്കുക. ഈശ്വരൻ ഉള്ളിലുണ്ട് നമ്മൾ പറയാറുണ്ട്. ശബരിമലയിൽ പോകുമ്പോഴും പറയേണ്ടത് തത്വമസി, നീ ആരെയാണോ അന്വേഷിക്കാൻ നിന്നിൽ തന്നെയുണ്ട് എന്ന് പഠിപ്പിച്ചു. ആ ഉള്ളിലുള്ള ഈശ്വരനെ വളർത്തിയെടുക്കണം. ധർമ്മം ഉള്ളിലുണ്ട്, ഈശ്വരൻ ഉള്ളിലുണ്ട്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ചത് ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവുണ്ടോ അതൊക്കെ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് സൃഷ്ടി വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹരിനാമകീർത്തനത്തിലെ 1-ാമത്തെ ശ്ലോകം അതാണ് നമ്മെ പഠിപ്പിച്ചത്. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു. ഈ മൂന്നായി പിരിഞ്ഞ 3ലും ആ ഓംകാരമായ പൊരുളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്താ? ബ്രഹ്മത്തിന്റെ സാന്നിധ്യം, പരബ്രഹ്മത്തിന്റെ സാന്നിധ്യം 3ലും ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം ഈ 3ൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവുണ്ടോ അതിലെല്ലാം ആ പരബ്രഹ്മത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ വസ്തുവിലും ഈശ്വരൻ ഉണ്ട് എന്ന് പഠിപ്പിച്ചത്. കൊണ്ടാണ് ഹരിനാമകീർത്തനം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെ ഇത് ചൊല്ലി പഠിപ്പിക്കണം. സർവ്വതിലും ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിലും നിന്നിലുമുണ്ട് ഈശ്വരൻ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ധർമ്മ തത്വമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം പഠിപ്പിക്കേണ്ടത്. അതിന് പ്രത്യേക സമയമില്ല എന്ന് നമ്മെ മനസ്സിലാക്കി തരികയാണ് നരസിംഹമൂർത്തിയും പ്രഹ്ലാദനും. പ്രത്യേക സമയമുണ്ടോ? കുട്ടി LKG-യിലാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം ഏതവസ്ഥയിലും ഇത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട, ആദ്യം ചൊല്ലിക്കൊടുക്കേണ്ട ധർമ്മപാഠങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ട് വേണം ഈ സമൂഹത്തിലേക്ക് കയറ്റിവിടാൻ. പിന്നീട് അവൻ അവിടെ ചെല്ലുമ്പോൾ അരിച്ചെടുക്കും, വേർതിരിച്ചെടുക്കും. കാരണം തിരിച്ചറിവാണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. ഏത് വേണം, ഏത് വേണ്ട എന്നുള്ള ബോധമാണ് ആദ്യം ഒരു കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഏത് അനുഷ്ഠിക്കണം, ഏത് അനുഷ്ഠിക്കാൻ പാടില്ല, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്ത, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ കുട്ടിക്കാലത്തെ സാധിക്കുമെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ, പ്രതിരോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കുട്ടിക്കാലത്തെ നൽകുവാൻ എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ആ